മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ മഹിയുടെ പിറകെ തന്നെ നടക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് ഈയിടയിലെ ഒരു ക്ഷീണം എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, എനിക്കൊരു ക്ഷീണവുമില്ല, അതെല്ലാം മാറി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന മഹിയുടെ അടുത്ത് വീണ്ടും ദുർഗ ചോദിക്കുന്നു, നീ ആ കണ്ണനെ ഒരിക്കലും ഉപദ്രവിക്കരുത്, അവനെ നീ ചതിക്കരുത്, അവനാണെങ്കിൽ നിന്നെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് നീ അവനെ ഒരിക്കലും ചതിക്കരുതെന്നെല്ലാം പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടൻ എന്നെ വളരെ ജീവനാണ്, അതുകൊണ്ട് എൻ്റെ കണ്ണേട്ടനെ മാത്രമേ ബോധിപ്പിച്ചാൽ മതി, എനിക്ക് വേറെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ആരുടെയും സർട്ടിഫിക്കറ്റുകളും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്നും പോകുന്നു. പിന്നീട് ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ അവളൊന്ന് താഴെ വീഴണം, എന്നാൽ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ താഴെ തന്നെ ഗ്രീസ് തേച്ച് വെക്കുന്നുണ്ട്. മഹാലക്ഷ്മി അതറിയാതെ ഇറങ്ങി വരുമ്പോഴേക്കും അവൾ തലയടിച്ച് വീണമെന്നുമാണ് ദുർഗയുടെ ഉദ്ദേശം. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ ഇല്ലേന്ന് അറിയുകയും വേണമെന്ന് ദുർഗയ്ക്ക് വാശിയുണ്ടായിരുന്നു. പിന്നീട് ലേഖയാണെങ്കിൽ മഹിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണേട്ടൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് കണ്ണേട്ടൻ വന്നപ്പോൾ ഇങ്ങോട്ട് വരാതിരുന്നത്, നിനക്ക് അവിടെ അത്ര സേഫ് അല്ലെന്ന് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാണ് മഹി വരാതിരുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. സ്വന്തം മകളുടെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു അമ്മയാണ് അവിടെ ഉള്ളത്, അതറിഞ്ഞുകൊണ്ട് നീ അവിടെ നിൽക്കേണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് അനന്ത് പറയുന്നുണ്ട്, ഇപ്പോൾ തനിക്കാണല്ലോ കൂടുതൽ ടെൻഷൻ, കണ്ണൻ അത്രയും ടെൻഷൻ ഇല്ലായിരിക്കും എന്നെല്ലാം പറയുമ്പോഴേക്കും അതേ അനന്തുവേട്ട, അവളാണെങ്കിൽ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെ നിൽക്കണം, ഈ സമയത്ത് അമ്മയും കുഞ്ഞും സേഫായിരിക്കണം, നമ്മളാണെങ്കിൽ തിരിച്ചു പോകേണ്ട സമയമായി, അവർക്ക് വേണ്ടിയല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്, ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാമല്ലോ, അനന്തുവേട്ടനും അതിനുവേണ്ടി ആഗ്രഹിച്ചിരിക്കുകയല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖ അവിടെ നിന്നും പോകുന്നു. പിന്നീട് മഹിയാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുന്നത് നോക്കി നിൽക്കുന്ന ദുർഗയാണെങ്കിൽ മറിഞ്ഞു നിന്നുകൊണ്ട് മഹിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുന്നത് ദുർഗ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നോക്കി കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി വരുന്ന മഹി എപ്പോഴാണ് വീഴുന്നതെന്നുള്ള പ്രതീക്ഷയിൽ ദുർഗ നോക്കുന്ന സമയത്ത് മഹിയാണെങ്കിൽ അവിടെ കാല് ചവിട്ടുന്നുണ്ട്. എന്നിട്ട് കോണിപ്പടിയിൽ നിന്ന് താഴോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ ദുർഗ ആഗ്രഹിച്ചതുപോലെ തന്നെ മഹിയാണെങ്കിൽ താഴെ വന്ന് നല്ല രീതിക്ക് തന്നെ വീഴുന്നുണ്ട്. അതോടുകൂടി തന്നെ മഹിയുടെ ബോധം പോകുന്നുണ്ട്. ദുർഗ ഇത് കാണുമ്പോഴേക്കും വളരെ സന്തോഷത്തോടുകൂടി തന്നെ മഹിയുടെ അടുത്തോട്ട് വരുന്നു. അങ്ങനെ ഇവളെ ആശുപത്രി കൊണ്ടുപോകാനാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ദുർഗയാണെങ്കിൽ അടുത്തോട്ട് ചെല്ലുന്നതും ദുർഗയ്ക്കാണെങ്കിൽ ഒരു സംശയം തോന്നുന്നുണ്ട്, ഇവളെ ഇനി ആശുപത്രി കൊണ്ടുപോകാതിരുന്നാൽ കണ്ണൻ എന്തെങ്കിലും തോന്നും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവളെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ദുർഗ ഉണ്ണിയും കൂട്ടി പോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തുന്ന മഹിക്കാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നെറ്റിയിൽ ചെറിയ മുറിവുണ്ടാകുന്നുണ്ട്, അതുമാത്രമേ മഹിക്കുണ്ടായിട്ടുള്ളൂ. കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പവും സംഭവിച്ചില്ല. പിന്നീട് മഹിയുടെ കൂടെ വന്ന ദുർഗയെയും ഉണ്ണിയെയും ഡോക്ടറാണെങ്കിൽ അവരുടെ റൂമിലോട്ട് വിളിപ്പിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാരാണ് നിങ്ങളുടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മരുമകളാണെന്നെല്ലാം പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറയുമ്പോഴേക്കും ആ കുട്ടിയാണെങ്കിൽ ബോധം തെളിഞ്ഞതേ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നാണല്ലോ ചോദിച്ചതെന്ന് കേൾക്കുമ്പോഴേക്കും ദുർഗയും ഉണ്ണിയുമാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. അങ്ങനെ അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ദുർഗയും ഉണ്ണിയും ആ ഡോക്ടറിൻ്റെ വായിൽ നിന്ന് തന്നെ അറിയുന്നു. പിന്നീട് ഈ വിവരം ഉണ്ണിയാണെങ്കിൽ ഉടനെ തന്നെ കണ്ണനെ അറിയിക്കുന്നു. അങ്ങനെ കണ്ണനെ അറിയിച്ചതിന് ശേഷം ഉണ്ണിയാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇനി അധികം താമസിയാതെ തന്നെ അയാളുടെ ചങ്കായ ഭാര്യ അയാൾ ഉപേക്ഷിക്കും, കാരണം അവിഹിത ഗർഭം കൊണ്ട് നടക്കുന്ന അവളെ ഇനി അയാൾ സ്വീകരിക്കില്ല എന്നെല്ലാം ദുർഗയോടായിട്ട് പറയുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, ശരിയാ മോനെ, നീ പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. എന്താണെങ്കിലും അമ്മയുടെ ബുദ്ധി കൊള്ളാം, ഇനി എൻ്റെ കരുണയാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോയത് ഉടനെ തന്നെ തിരിച്ചു വരികയും ചെയ്യുമെന്നെല്ലാം ഉണ്ണിക്കാണെങ്കിൽ വളരെ സന്തോഷം കൊണ്ട് തന്നെ പറയുന്നു. ഇനിയാണ് അമ്മേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്, ഇത്ര നാൾ നമ്മൾ ബുദ്ധിമുട്ടിയത് ഇതിന് ആയിരുന്നല്ലോ എന്നെല്ലാം ഉണ്ണിയാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുമ്പോൾ ദുർഗയ്ക്കും ഉണ്ണിക്കും സന്തോഷം കൊണ്ട് ആകെ സമാധാനമാകുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ എളുപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണനെ വീൽ ചെയറിലോട്ട് ഉന്തിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ വളരെ വെപ്രാളത്തോടുകൂടി മഹിക്ക് എന്ത് സംഭവിച്ചു കാണുമെന്ന് പേടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് പോകുന്നു. പിന്നീട് മഹിയെ കാണുന്നതും കണ്ണനാണെങ്കിൽ വളരെ സങ്കടമാകുന്നുണ്ട്. തൻ്റെ ഭാര്യയുടെ കിടപ്പ് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാതെ തന്നെ കണ്ണനാണെങ്കിൽ മഹിയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല കണ്ണേട്ട, നമ്മുടെ കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ല എന്നെല്ലാം മഹി പറയുന്നത് കേട്ട് വളരെ സമാധാനമാകുന്നുണ്ട് കണ്ണന്.
എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ കാര്യം കേൾക്കുമ്പോഴേക്കും തൻ്റെ ചങ്ക് പൊട്ടുമായിരിക്കും. എന്നാലും സാരമില്ല, നമ്മളത് നാടകം കളിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേറൊരു മാർഗവുമില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് മഹിയാണെങ്കിൽ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. കണ്ണേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നോടും തെളിച്ച് പറയാനല്ല മഹി പറയുമ്പോഴേക്കും കണ്ണൻ കാര്യങ്ങളെല്ലാം മഹിയോടായിട്ട് പറയുന്നു. നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നത് വരെ താൻ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ തന്നെ നിൽക്കണം. താൻ അവിഹിത ഗർഭമാണ് ചുമക്കുന്നതെന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ പ്രചരിപ്പിക്കും. അവരും അങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്. അതുകൊണ്ട് താൻ എൻ്റെ കൂടെ നിൽക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയെക്കൊണ്ട് സമ്മതിപ്പിക്കുന്നു. പിന്നീട് കണ്ണനാണെങ്കിൽ എല്ലാവരുടെ അടുത്തോട്ടായിട്ട് ചെല്ലുന്നുണ്ട്. വളരെ ദേഷ്യപ്പെട്ട് തന്നെയാണ് കണ്ണൻ ചെല്ലുന്നത്. കണ്ണനാണെങ്കിൽ അവരെ കാണുന്നതും വലിച്ചു കീറാനുള്ള ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അവരുടെ മുന്നിൽ അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കണ്ണൻ വരുന്നത് വളരെ ആകാംക്ഷയോടുകൂടി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദുർഗയും ഉണ്ണിയും അങ്ങനെ ദുർഗയുടെയും ഉണ്ണിയുടെ അടുത്ത് ചെന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞതെല്ലാം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്നെ പറ്റിച്ച എൻ്റെ ഭാര്യയെ എനിക്കിനി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ബന്ധം വേർപെടുത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുന്നത് കേൾക്കുന്ന ഉണ്ണിക്കും കരുണയ്ക്കും ഇതിൽ പരം ഒരു സന്തോഷമില്ല. അങ്ങനെ അവർ ആഹ്ലാദം കൊണ്ട് മനസ്സിൽ ചിരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.